ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനു വന്ന് ബബിതയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ബാലൻ അങ്ങ് ഇറങ്ങി വരുന്നത്. ബാലൻ ഇറങ്ങി വന്നപ്പം മനു എന്നെ ഉണ്ടെന്ന് ചോദിച്ചു. ഇല്ല, ഞാനിപ്പോൾ കുറച്ച് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കൊടുത്ത് നിൽക്കുമായിരുന്നു അങ്ങളെ. മുഖപുരയൊന്നും വേണ്ട, എന്താ നീ വന്നത്, കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു. പറയട്ടെ? പറ മനു. ആൻറ്റി നാളെ ഡിസ്ചാർജ് ആവുകയാണ്. അപ്പം അന്ന് സർജറിക്ക് ശേഷം പിന്നെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ഇപ്പം കഷ്ടിച്ച് നടക്കാനൊക്കെ പറ്റുമെന്നും മനു ഇങ്ങനെ പറയുമ്പം നടക്കട്ടെ, നല്ല കാര്യമെന്ന് പറഞ്ഞു. അല്ല, അതല്ല അങ്കിളെ ശരിക്കും സംഗതി. അത് ആൻറ്റി ഒരു വീടേ റെൻറ്റിന് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകുന്നെന്നാണ് പറഞ്ഞത്. അന്നേരം നമ്മുടെ ബാലനൊന്ന് ചിരിച്ചു. വളരെ നല്ലത്. അപ്പം ഒറ്റയ്ക്കൊക്കെ ജീവിച്ച് പഠിക്കട്ടെ, അതല്ലേ നല്ലത്. അപ്പം അതൊന്നും അല്ല അങ്കിളെ പ്രധാന സംഭവം എന്ന് പറയുന്നത്. അച്ഛനും കൊച്ചച്ഛനും അത് സമ്മതിക്കത്തില്ല എന്നും, അതായത് നാളെ ആൻറ്റിയെ ബലമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിടാനുള്ളൊരു പ്ലാനിങ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആഹാ, അത്രയ്ക്കൊക്കെ ധൈര്യം വന്നോ പൊന്നാങ്ങളമാർക്ക് എന്ന് ബാലൻ മനുവിനോട് ചോദിക്കുമ്പോൾ, ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ എന്താണ് അങ്കിളുടെ അഭിപ്രായം? അത് ശരിയാവും അങ്കിളെ, അതൊന്നും അറിയാനാ. അതോ കലാപകേന്ദ്രം ആകുമോ ഈ വീട്? അപ്പം അത് കേട്ടപ്പം ഒരു ഗ്യാരണ്ടി ഇല്ല മനു, ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ ആൻറ്റി എങ്ങനെ പെരുമാറുമെന്നുള്ളത് ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ. ഞാനങ്ങനെ പെരുമാറുമെന്നല്ലേ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് മനുവിനോട് ബാലൻ ചോദിക്കുമ്പം, അതെ, അതിനു വേണ്ടി തന്നെ ഞാൻ വന്നത്. അങ്കിളിൻ്റെ സ്റ്റാൻഡ് എന്താണെന്നൊന്നും അറിയാൻ വേണ്ടി വന്നതേ ഉള്ളെന്ന് മനു പറയുമ്പം, എന്നെ നോക്കണ്ട, നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. ഒന്ന്, അലീനെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന പ്രശ്നമേ ഇല്ല. 2, വൈജയെ ഇനി മേലിൽ എൻ്റെ ഭാര്യയായിട്ട് കണക്കാക്കുകയും ഇല്ല. അതും പറഞ്ഞ് നമ്മുടെ ബാലൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. ബാലന് വേറെ ഒന്നും പറയാനില്ല, പറയാനുള്ളത് പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. ബാലൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മനു ആകെ അന്തം പെട്ടിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ മനുവും ബബിതയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ അലീനെ അങ്ങോട്ടേക്ക് വന്നു. ആഹാ, ആരാ ഇത്? അപ്പോൾ ഒരു ബക്കറ്റ് തുണിയൊക്കെ ആയിട്ടാണ് വരുന്നത്. എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഈ വീട്ടിലല്ല ഇപ്പം താമസം. മനുവേട്ടൻ വന്നത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ അലക്കുകല്ലുമായിട്ടൊരു ഗുസ്തി പിടുത്തത്തിലായിരുന്നു എന്ന് അലീന പറയാം. വീടിൻ്റെ ബാക്കിലായിരുന്നേ. ഇവിടുത്തെ വാഷിംഗ് മെഷീൻ കേടായോ? അപ്പോൾ ഒരു കേടുമില്ല. ഇതല്ലേ ജീവനോടെ നിൽക്കുന്നേ, ഇതിനേക്കാളും നല്ല വാഷിംഗ് മെഷീൻ എവിടെ കിട്ടുമെന്ന് അലീന ചോദിക്കാം. കറണ്ട് ഇല്ലെങ്കിലും വർക്ക് ചെയ്തോളൂ എന്നൊക്കെ അലീന ഇങ്ങനെ പറയുമ്പം, ആണോ, കൊടുത്തേക്കോ ഇതിനെ, നല്ല വില തരാമെന്ന് മനു ഇങ്ങനെ പറയുമ്പം, അതൊക്കെ ഹൗസ് ഓണറോട് ചോദിക്കണം, അദ്ദേഹം ഭയങ്കര വില തന്ന് വെച്ചേക്കാണെന്ന് അലീന ഇങ്ങനെ പറഞ്ഞപ്പം, കൊള്ളാം, ഈ ബക്കറ്റും കൊണ്ട് എങ്ങോട്ട് പോവാന്ന് ചോദിച്ചു. അത് തന്നെ മൂലയ്ക്ക് കൊണ്ടുപോയി വിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാ. ഇനിയിപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ എന്ന് അങ്ങ് വെച്ചു. മനുവേട്ടൻ എന്താ കുടിക്കാൻ വേണ്ടേ? ചായ, ജ്യൂസ്? അപ്പോൾ ഒന്നും വേണ്ട മോളെ, നീ ഇവിടെ വന്നങ്ങ് ഇരിക്കാൻ പറഞ്ഞു. എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബബിത അവിടെ നിന്ന് എഴുന്നേറ്റു. എവിടേക്ക് പോവുക? അവിടെ ഇരിക്കുന്നേ. ഇരിക്കുക ബബിത, നീ ഇരിക്കുക. അപ്പം ഞാൻ എന്നാത്തിനാ വെറുതെ കട്ടുറുമ്പാകുന്നതെന്ന് ചോദിച്ചു. അപ്പം നീയും കൂടെ വേണം, കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് മനു ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനെ ഇങ്ങനെ ബബിതയൊന്ന് നോക്കി, ബബിത അലീനയും നോക്കി. അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുമ്പോൾ, നാളെ ബൈജാൻറ്റി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അലീന ഞെട്ടി. ഇങ്ങോട്ടോ? അത് പിന്നെ ഇവിടെ വന്നാൽ നിനക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ എന്ന് മനു അലീനയോട് ചോദിക്കുക. പിന്നെ അങ്കിളിൻ്റെ നിലപാട് മാറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. വരുന്നവർക്ക് വരാം, പോകുന്നവർക്ക് പോകാം, അതെന്തും ചെയ്യാം. അതാണ് പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പം അത് മാറാനുള്ള സാധ്യതകളില്ലല്ലോ മനുവേട്ടാ. അപ്പം പിന്നെ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. ആൻറ്റി ഒരു മില്ലിമീറ്ററിന് പോലും വിട്ടുകൊടുക്കുന്ന ആളല്ല. ചുരുക്കി പറഞ്ഞാൽ വെടിനിർത്തൽ അവസാനിപ്പിച്ചതുപോലെ ഇരിക്കും. ഇതിനിടയ്ക്ക് നിങ്ങൾ 4 പേരുടെ ഐക്യമാണ് ഇവിടെ റിഫ്ലെയിം ചെയ്ത് കൊണ്ടുപോകേണ്ടത്. നീ, രോഹി, കൃഷ്ണ, പിന്നെ ബബിത. അപ്പോൾ ബബിത മനുവിനെ ഇങ്ങനെ നോക്കുക. നിങ്ങൾ ഒന്നിച്ച് നിന്നാൽ അവർക്ക് വലിയ വോയിസും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന് അലീന അന്നേരം പറയുക. അപ്പോൾ അച്ഛനും കൊച്ചനും ആൻറ്റി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് പോലെയാണ് ആൻറ്റി ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പോകുന്നത്. അതുപോലെ ബലം പ്രയോഗിച്ച് കൊണ്ടുവരാൻ പോവുക. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചു അലീന. ആങ്ങളമാർ പോയി കഴിയുമ്പോൾ മേഡം സ്ഥലം ഇടത്തില്ലേന്ന് ചോദിച്ചു. അപ്പോൾ പിന്നല്ലാതെ, വാടക വീടെടുത്ത 3 മാസത്തെ വാടക അഡ്വാൻസ് കൊടുത്ത് വെച്ചേക്കുക. അമ്മ നിൽക്കത്തൊന്നുമില്ല ഇവിടെ. അപ്പോൾ ഇതാണ് ശരിക്കും സിറ്റുവേഷൻ. അലീനയ്ക്ക് എന്താ തോന്നുന്നത് എന്ന് മനു ഇങ്ങനെ നേരം ചോദിച്ചു. അത് പിന്നെ നമുക്ക് നോക്കാം മനുവേട്ടാ. എല്ലാവരും സഹകരിച്ചാൽ ചിലപ്പോൾ സാധിച്ചേക്കുമെന്നുള്ള കാര്യം പറയാം. പിന്നെ രണ്ടിലൊരാൾ പോയേ പറ്റൂ എന്ന് തീർച്ചപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞാനങ്ങ് പോയേക്കാം എന്ന് അലീന പറഞ്ഞപ്പം അതുകൊണ്ട് പ്രശ്നമൊന്നും തീരാൻ പോകുന്നില്ല അലീന എന്ന് മനു പറഞ്ഞു. ഇതെല്ലാം കൂടെ മെഴുകു പോലെ ഉരുകി ചേരണം, അതാ വേണ്ടത് എന്നും പറഞ്ഞിരിക്കുക ബബിത. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ശരിയാകുമെന്നുള്ളതെന്ന് ബബിത പറയുമ്പോൾ നിനക്ക് പോകണോ അമ്മയുടെ കൂടെ എന്ന് ചോദിച്ചു ബബിതയോട് മനു. അപ്പോൾ ഞാൻ പോകാതൊക്കെ ഇരിക്കാം, പക്ഷേ അലീനയോടൊപ്പം തന്നെ നീ നിൽക്കണം, പറ്റുമോ നിന്നെക്കൊണ്ട്? അപ്പോഴത്തേക്കും ബബിത ഇങ്ങനെ മനുവിന് ഒരു നോട്ടം, അലീനെ അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റേതായിട്ടുള്ളൊരു നോട്ടം ഇങ്ങനെ ആലോചിക്കുക. പറ്റുമോ എന്ന് മനു വീണ്ടും ചോദിച്ചു. അപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലായി മിണ്ടാതിരുന്നപ്പോഴുള്ള. കുറച്ച് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വൈജയെ കാണിക്കുന്നത്. വൈജ പതുക്കെ ഇങ്ങനെ എഴുന്നേക്കുക. അപ്പോഴത്തേക്കും ഒരു നേഴ്സ് ഇങ്ങനെ താങ്ങായിട്ട് ഇങ്ങനെ പിടിച്ചു. അപ്പോൾ എന്നെ പിടിക്കണ്ട, ഞാൻ തന്നെ എഴുന്നേക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, ഞാൻ ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മേഡത്തിന് പതുക്കെയല്ലേ എഴുന്നേക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പം ഞാനിവിടുന്ന് ഡിസ്ചാർജായി പോകുമ്പോൾ ഇയാളെയും കൂടെ എനിക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലല്ലോ, അപ്പം ഞാൻ തന്നെ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് തന്നെ അഹങ്കരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ പിടിക്കാതെ നിൽക്കാൻ പറ്റി. അപ്പോഴേക്കും തലയിലൂടെ എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു ഫീലിങ്സൊക്കെ വന്നു. അതായത് അഹങ്കാരം കുറച്ചുകൂടി അങ്ങ് തലയുടെ മേളിലേക്ക് അങ്ങ് കയറി. ഞാൻ ആരുടെയും സഹായം ഇല്ലാതെ നിന്നു എന്നുള്ളൊരു അഹങ്കാരം. ആ ഒരു സെക്കൻഡിൽ വൈജ തനിക്കുണ്ടായ ആക്സിഡൻറ്റും സംഭവങ്ങളും എല്ലാം ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ആലോചിക്കുക. അത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു വീടിൻ്റെ ഓണർ, അതായത് വാടകയ്ക്ക് വീടെടുത്തതിൻ്റെ ഓണറോ അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നു. അദ്ദേഹം അങ്ങ് വന്നപ്പോൾ നേഴ്സിനോട് താൻ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അതിനെ പറഞ്ഞു വിട്ടു. അപ്പം മേഡം ഇനിയിപ്പോൾ മേഡത്തിന് പോകാമായിരിക്കുമല്ലേ, ഇത്ര പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുക. അല്ല കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴേ കിടപ്പല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നും അങ്ങനെ കിടക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വൈജ പറയുക. ഒരു വീഴ്ച പറ്റി, പക്ഷേ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേക്കണ്ടേ, മുറിച്ചിട്ടാ മുറികൂടുന്ന ആളാണെന്ന് എനിക്ക് തോന്നി എന്നൊക്കെ ഇങ്ങനെ അയാൾ വൈജയോട് പറയുമ്പോൾ വൈജയ്ക്ക് അതൊക്കെ ഒരു ഗമാലിറ്റിയാണ്. എന്നിങ്ങനെ അഹങ്കരിച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. എന്തായി ഏൽപ്പിച്ച കാര്യമെന്ന് ചോദിക്കുമ്പം നീ ബേബി ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഏറ്റതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. വെറുതെ പറഞ്ഞാൽ പോരാ, എനിക്ക് നാളെ തന്നെ മാറേണ്ടതാണെന്ന് പറഞ്ഞപ്പം അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് മേഡം. എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. വീടിൻ്റെ താക്കോലും ഉണ്ടെന്ന് വൈജയുടെ കയ്യിലേക്ക് കൊടുത്തു. വൈജ താക്കോലും പിടിച്ച് ഇങ്ങനെ തൻ്റെ ഇതൊന്നുമുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുക. അതെ മേഡം തന്നെയായിരിക്കും, അത് ആരെങ്കിലും കൂടെ കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അതെന്താ തനിച്ച് താമസിക്കാൻ പറ്റില്ല എന്ന് എഗ്രിമെൻറ്റിൽ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു ഈ വൈജ. അല്ല ഭർത്താവ് മക്കളൊന്നും ഇല്ലാതെ തനിച്ച് താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലേ അപ്പോൾ അത് എന്താ ആകാശം ഇടിഞ്ഞ് വീഴുമോ എന്ന് വൈജ ചോദിക്കുക. ഒരു കുഴപ്പമില്ല, പോകാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ട് ഈ താക്കോലും ഇങ്ങനെ ഇറുക്കി പിടിച്ച് എന്തോ വലിയൊരു ഇത് നേടിയെടുത്ത ഒരു അഹങ്കാരത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് വൈജ തമ്പുരാട്ടി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കാൻ നമ്മുടെ അലീനയും കൃഷ്ണയും കൂടെ രോഹിയുടെ മുറിയിലേക്ക് വരും. അപ്പോൾ രോഹി നല്ല ഉറക്കമാണേ. രോഹിത് ഉറങ്ങി ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും കിടപ്പ് കണ്ടിട്ട് നല്ല ലക്ഷണം അല്ലല്ലോ എന്ന് കൃഷ്ണ പറഞ്ഞു. അപ്പോൾ വാതിൽ തട്ടിയിട്ട് തുറക്കാത്ത വന്നപ്പോൾ ചുമ്മാ തള്ളി നോക്കിയത് വാതിൽ തുറന്നങ്ങ് പോയി. അപ്പോൾ അതേ നമ്മുടെ കൃഷ്ണ എന്ന പാത്രമൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ചേച്ചി ഒന്നും കഴിച്ചിട്ടില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അലീന ഇതെല്ലാം നോക്കി. അപ്പോൾ ഇനി ഇതൊന്നും ഇവിടെ വയ്ക്കേണ്ട മോളെ, എല്ലാം താഴേക്ക് കൊണ്ടുപോയി, എല്ലാം തണുത്ത് പോയില്ലേ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ അലീന പതുക്കെ ഇങ്ങനെ നെറ്റിയിൽ തൊട്ട് നോക്കിയപ്പോൾ നെറ്റിക്ക് നല്ല തണുപ്പ്. ദഹേ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ തട്ടായിരുന്നു അലീനയുടെ കൈ. തുടരുത് തന്നെ, തൊട്ട് പോകരുത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ചൂടുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അപ്പോൾ അപ്പോൾ തൊട്ടപ്പോൾ ഞാൻ വേറെ ആരുമല്ല, ഞാൻ നിൻ്റെ സ്വന്തം ചേച്ചിയാണ്, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ കൊണ്ട് DNA ടെസ്റ്റ് നടത്തി നോക്കാൻ പറയുകയാണ് നമ്മുടെ അലീന ഈ രോഹിത്തിനോട്. എന്നിട്ട് അലീന ഇങ്ങനെ നെറ്റിയിൽ തൊട്ട് നോക്കിയപ്പോഴത്തേക്കും പിന്നെയും കൈ തട്ടി തട്ടി വിടുക. എന്നാ നീ ബലം പിടിക്കുക, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ അലീന ഇങ്ങനെ തൊട്ട് നോക്കുവാണ് ചൂടുണ്ടോയെന്ന്. അപ്പോഴത്തേക്ക് അയ്യോ അച്ഛാന്ന് പറഞ്ഞ് വിളിക്കുക ഇങ്ങനെ ഒച്ചത്തിൽ. അപ്പോൾ പനിച്ച് തുള്ളി കിടക്കുക അവിടെ. അച്ഛാന്ന് പറഞ്ഞ് ഇങ്ങനെ ഒച്ചത്തിൽ വിളിക്കുമ്പോഴത്തേക്കും എന്താ മോളെന്ന് ചോദിച്ച് ഓടി വന്നു നമ്മുടെ ബാലൻ. അപ്പം അച്ഛാ രോഹിത്തിന് നല്ല പനിയാ അച്ഛാ, പൊള്ളുന്ന പനി, അച്ഛനൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ പറഞ്ഞനുസരിച്ച് അച്ഛൻ തൊട്ട് നോക്കി. വിറയ്ക്കുന്ന പനി. എടാ എഴുന്നേക്കടാ, ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. എടാ നിന്നോടാ പറഞ്ഞതെന്നും ബാലൻ. അപ്പം ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രോഹിത്ത് പറയപ്പോൾ എഴുന്നേക്ക് രോഹിത്തെ, ഇങ്ങനെ വാശി പിടിക്കില്ലേ, അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ടെന്നും പറഞ്ഞായി. പിന്നെ രോഹിത്ത് പറയുന്ന കേക്ക് അച്ഛൻ ചെന്ന് ഡോക്ടർ ഇങ്ങോട്ട് വിളിച്ചോണ്ടു, അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്ന് അലീന. അച്ഛൻ വേഗം ചെല്ലച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടിച്ചു വിടുവാണ് അലീന അച്ഛനെ. എന്നിട്ട് അനിയൻ്റെ തൊട്ടരികിൽ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു ടവൽ എടുത്തു, ഇങ്ങനെ വെള്ളം നനച്ചതേ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ. അപ്പം ഭയങ്കര ചൂട്, ഇതെന്താ ഭയങ്കര ചൂട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന എന്നിട്ട് കൃഷ്ണയെ വിളിക്കുക. കൃഷ്ണമോളെ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ മറിഞ്ഞു കിടന്ന് നമ്മുടെ രോഹിത്തിനെ നേരെ കിടത്തിയിട്ട് നനച്ച തുണി നെറ്റിയിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ രോഹിത്തിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ
അനങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങ് കിടക്കുക. അങ്ങനെ തണുത്ത തുണി ഇട്ടിട്ടിട്ട് ആ ഒരു ഭയങ്കരമായിട്ടുള്ള ടെമ്പറേച്ചർ കുറച്ചെടുക്കുകയാണ്. അപ്പോഴത്തേക്കും ചുമച്ചൊക്കെ രോഗത്ത് വല്ലാത്തൊരു ഇതിലൂടെ ഇങ്ങനെ പോണേ. അപ്പോഴത്തേക്കും കൃഷ്ണ ഓടിക്കയറി മുറിയിലേക്ക് വന്നു. അങ്ങനെ കൃഷ്ണ ഓടി വന്നപ്പോൾ ഈ ഒരു അവസ്ഥയെ കാണുന്നത്. എന്തിനാ ചേച്ചി വിളിച്ചതെന്ന് ചോദിച്ചു. മോളെ നീ പെട്ടെന്ന് ഐസ് ക്യൂബ്സ് എടുത്തുകൊണ്ടോ, വേഗം ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ കാറെടുത്ത് പുറത്തോട്ട് പോയില്ലേ ചേച്ചി, എങ്ങോട്ട് പോയതാണെന്ന് ചോദിച്ചു കൃഷ്ണ. അപ്പോൾ ഡോക്ടറെ വിളിക്കാനാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടെ നിന്ന് ഓടി ഐസ് ക്യൂബ്സ് എടുക്കാൻ. ഈ സമയത്ത് അലീന തുണി നനച്ച് പിന്നെയും നെറ്റിയിലിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ടൈഗർ ബാമോ മറ്റെന്തോ ബാമ അവിടെ ഇരിപ്പുണ്ട്. അതെടുത്ത് ഇങ്ങനെ നെറ്റിയിലും കഴുത്തിലും അതുപോലെ കാലിലും ഒക്കെ തൂത്തൊക്കെ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ചുമയ്ക്കുക രോഹിത്ത്. തല പൊക്കാനായിട്ട് പറ്റുന്നുമില്ല. പിന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അലീനയ്ക്ക് വേണ്ടിയിട്ട് കൊച്ച് ഐസ് ക്യൂബ്സ് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതിൽ നനച്ച് ആ തണുത്ത വെള്ളം നെറ്റിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അലീന അങ്ങനെ പനിച്ച് തുള്ളി കിടന്ന അനിയനെ ഒന്ന് നേരെ തലയാക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ആക്കി എടുത്തു. അപ്പോൾ കൃഷ്ണ ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഇത്രയും നേരം കണ്ണ് പോലും തുറക്കാൻ വയ്യാതെ കിടന്ന രോഹിത്ത് കണ്ണൊക്കെ പതുക്കെ തുറന്നു. അപ്പോഴത്തേക്ക് അലീന ഇങ്ങനെ തൊട്ടരികിൽ ഇങ്ങനെ ഇരുന്ന് ശുശ്രൂഷിക്കുന്നത് രോഹിത്ത് കാണും കേട്ടോ. അങ്ങനെ രോഹിത്ത് പിന്നെ അലീനയുടെ മുഖത്തേക്കും നോക്കിയിട്ടില്ല, കൃഷ്ണയുടെ മുഖത്തേക്കും നോക്കിയിട്ടില്ല. ആ ഒരു കുറ്റബോധം കൊണ്ട് കണ്ണൊക്കെ ഒരു സൈഡിലേക്കൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കുക. അങ്ങനെ പതുക്കെ ഇങ്ങനെ ഉറങ്ങി വരുമ്പോഴത്തേക്കും ഡോക്ടറുമായിട്ട് ബാലനെത്തി. അപ്പോൾ ഡോക്ടർ വന്നു. അപ്പോൾ ട്രിപ്പ് മറ്റോ വേണ്ടി വരുമോ, അതെടുക്കാൻ വിട്ടുപോയി, ധൃതി പിടിച്ച് ഇറങ്ങിയതല്ലേ എന്ന് ഡോക്ടർ ബാലനോട് പറയുമ്പോൾ അതൊന്നും സാരമില്ല സാർ, കടുത്ത പനിയും ചുമയും ഉണ്ട്, നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഓക്കെ, അതായിരിക്കും നല്ലതെന്നും പറഞ്ഞിട്ട് ഡോക്ടറൊക്കെ അകത്തേക്ക് കയറിച്ചപ്പോഴത്തേക്കും കൃഷ്ണ വാതിലൊക്കെ തുറന്നു കൊടുത്തു. അങ്ങനെ നമ്മുടെ രോഹിത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അലീനെ തൊട്ടരികിൽ ഇങ്ങനെ ഇരുന്ന് തുണി നനച്ചിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ചുമയ്ക്കും തോറും നെഞ്ചിങ്ങനെ തിരുമ്മി കൊടുത്തുകൊണ്ടും ഇരിക്കുക. അങ്ങനെ അനിയനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് റിലീഫ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മുടെ അലീന. അപ്പോഴാണ് ഡോക്ടറുമായിട്ട് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴത്തേക്ക് നെറ്റിയിലിട്ടിരുന്ന തുണിയൊക്കെ എടുത്ത് മാറ്റി അലീന അങ്ങ് നീങ്ങി നിന്നു. ഡോക്ടർ വന്ന് നമ്മുടെ രോഹിത്തിനെ പരിശോധിച്ചു. അപ്പോൾ അലീനയാണെങ്കിൽ ഡോക്ടർക്ക് ഇരിക്കാനുള്ള കസേരയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇരിക്കുക. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രോഹിത്ത് ഇങ്ങനെ നോക്കുമ്പോൾ BP കാര്യങ്ങളെല്ലാം നോക്കി, പൾസ് നോക്കി, എല്ലാം നോക്കി എന്താണെന്നുള്ള ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അലീനയ്ക്ക് ടെൻഷനാണ് ഭയങ്കരം, എന്താ കാര്യം എന്നുള്ളൊരു ഇതിലെ. പിന്നെ ഒരു ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചു കേട്ടോ നമ്മുടെ ഡോക്ടർ. അപ്പോൾ കൊണ്ടുപോകാം അല്ലേ എന്ന് ബാലൻ അലീനോട് ചോദിക്കുമ്പോൾ ഇല്ല ഡോക്ടറെ, പേഷ്യൻറ്റിന് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അലീന. അപ്പോൾ ഇതൊക്കെ രോഹിത്ത് ഇങ്ങനെ ചെറിയൊരു മയക്കത്തിൽ കേൾക്കുക. അപ്പോൾ ഇത് വൈറൽ പനിയാണ്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാനൊരു ഇഞ്ചക്ഷൻ എടുക്കാം, എന്തായാലും ആൻറ്റിബയോട്ടിക് കഴിക്കണം 6 ദിവസമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് ബാലനും പറഞ്ഞു. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അലീനയോട് വെള്ളം എടുക്കാൻ പറഞ്ഞു. അലീന ഓടി ഇറങ്ങി ചെല്ലുമ്പോൾ കൃഷ്ണ അവിടെ നിൽപ്പുണ്ട്. മോളെ ആ കെറ്റിയിൽ കുറച്ച് വെള്ളം തിളപ്പിക്കോ, എന്നിട്ട് ഫ്ലാസ്കിൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വരാൻ ചേച്ചെന്ന് പറഞ്ഞ് കൃഷ്ണ അടുക്കളയിലേക്ക് പോയി. അപ്പോഴത്തേക്ക് അലീന മുകളിലേക്ക് ചെന്നു. അപ്പോൾ കുടിക്കാൻ ചൂടിൽ ഒരു ഗ്ലാസ്സിൽ നിന്ന് 100 മില്ലി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാം അലീന കൃത്യമായിട്ട് എടുത്തു കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ മരുന്നും കാര്യങ്ങളെല്ലാം ഡോക്ടർ ഇങ്ങനെ രോഹിത്തിന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മരുന്നെല്ലാം കഴിച്ച രോഹിത്ത് ഇങ്ങനെ കിടക്കുന്നു. ഇനി വേണ്ടുന്ന കാര്യങ്ങളും രോഹിത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഡോക്ടർ അലീനയോടും അതുപോലെ തന്നെ ബാലനോടും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണുമല്ലോ അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.